Hello all. Aslamia, Bhagilakshmi, Roni, Pravida, Prajisha, Jaya, Sharanya, Vidya, Princey. Okay. So, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് റിഗ്രഷൻ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ. ഇതൊക്കെയാണ് എടുക്കാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്തൊക്കെയാണ് ആദ്യം മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എന്തൊക്കെയാന്ന് വെച്ചാൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് മെത്തേഡ്സ് ഉണ്ട്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സും ഉണ്ട്, അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്സിൽ എന്തൊക്കെയാ മെയിൻ ആയിട്ട് പറഞ്ഞത്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സും ഉണ്ട്, അതേപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സും ഉണ്ട്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൽ ആക്ച്വലി ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ, അതായത് ഉദ്ദേശിക്കുന്നത് ഓരോ മെമ്പർ ഓഫ് ദ പോപ്പുലേഷനും എന്തുണ്ട്, ഹാസ് എ നോൺ സീറോ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. അതായത് സെലക്ട് ചെയ്യാൻ ഹാസ് എ ഇപ്പൊ ഒരു പോപ്പുലേഷനിൽ ഓരോ മെമ്പർ ഉണ്ടാവുമല്ലോ, അതിൽ നോൺ സീറോ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. അതായത് നോൺ എന്ന് പറഞ്ഞാൽ അറിയുന്നതും, അതേപോലെ ചിലപ്പോൾ ചാൻസ് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നോൺ സീറോ, ചിലപ്പോൾ ഒന്നും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവില്ല. അത് ഉദ്ദേശിക്കണം പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. അപ്പോൾ അതായത് ഇപ്പൊ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചാൻസ് ആണ് അല്ലെ. സോ ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് എ നോൺ സീറോ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. അപ്പോൾ ഓരോ മെമ്പർ ഓഫ് ദ ഓരോ പോപ്പുലേഷനിലും മെമ്പർ ഉണ്ടാകും, അതിൽ ചിലപ്പോൾ ചാൻസ് എന്തായിരിക്കും, ഹാസ് എ നോൺ, അതിൽ ഉണ്ടാകും, ചിലപ്പോൾ എന്തായിരിക്കും നോൺ സീറോ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൽ ഫസ്റ്റ് വൺ ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പറഞ്ഞിരിക്കണേ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് വെച്ചാൽ അത് എന്താ നമുക്ക് ആദ്യം നോക്കാം. എവരി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ആദ്യം എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്താന്ന് വെച്ചാൽ എവരി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. അതായത് പോപ്പുലേഷനിലെ എല്ലാ മെമ്പറിനും ഈക്വൽ ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സെലക്ഷൻ ഈസ് യൂഷ്വലി ഡൺ യൂസിങ്, അപ്പം എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ലോട്ടറി മെത്തേഡ് അല്ലെങ്കിൽ റാൻഡം നമ്പർ ജനറേറ്റേഴ്സ്, അത് നമ്പർ നമുക്ക് ജനറേറ്റ് ചെയ്യുമല്ലോ. സോ അങ്ങനെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ സെലക്ഷൻ നടത്തുക. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ബൈസ്ഡ് ആണ്. എന്ന് വെച്ചാൽ എറർ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കമ്മിയാണ്, മോസ്റ്റ് റെപ്രസെന്റേറ്റീവ് ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു വെച്ചാൽ എന്താണ്, ലിമിറ്റേഷൻ എന്താ, നോട്ട് പ്രാക്ടിക്കൽ ഫോർ ലാർജ് പോപ്പുലേഷൻ. അതായത് വലിയ പ്രാക്ടിക്കൽ അല്ല ലാർജ് പോപ്പുലേഷന് ഒന്നും എന്താ വലിയ പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി നമുക്ക് അപ്ലിക്കബിൾ ചെയ്യാൻ പറ്റൂല ലാർജ് പോപ്പുലേഷനിൽ നിന്ന്. സോ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 10 സ്റ്റുഡന്റിനെ നമുക്ക് റാൻഡം ആയിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക 100 സ്റ്റുഡന്റിൽ നിന്നും. അതായത് സെലക്ടിങ് 10 സ്റ്റുഡൻസ് റാൻഡംലി ഫ്രം എ ലിസ്റ്റ് ഓഫ് 100. അതായത് ഒരു ലിസ്റ്റ് ഓഫ് 100ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 സ്റ്റുഡന്റിന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ, ഓരോ പോപ്പുലേഷനിലെ ഓരോ മെമ്പറിനും ആക്ച്വലി അല്ലെങ്കിൽ നോൺ സീറോ ചാൻസ് ആണ് സെലക്ട് ചെയ്യാൻ. ഇതിൽ വരുന്നതാണ് ഫസ്റ്റ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ അണ്ടറിൽ വരുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് വെച്ചാൽ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഓരോ മെമ്പർ പോപ്പുലേഷനിലെ എല്ലാ മെമ്പറിനും ഈക്വൽ ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടും ചാൻസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് പറയുന്നത് എവരി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ആണ്. സെലക്ഷൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ലോട്ടറി മെത്തേഡ് ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ചാൻസ് ആണ്, എന്താണ് അത് ഓരോരുത്തർക്കും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂലല്ലോ, റാൻഡം ആയിട്ട് നമ്മൾ എടുക്കുന്നതാണല്ലോ. അപ്പൊ അഡ്വാൻറ്റേജ് പറയുന്നത് ലീസ്റ്റ് ബൈസ്ഡ് ആണ്, എറർ കുറവാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ മോസ്റ്റ് റെപ്രസെന്റേറ്റീവ് ആണ്. ലിമിറ്റേഷൻ പ്രാക്ടിക്കൽ ആയിട്ട് ലാർജ് പോപ്പുലേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂല, നോട്ട് പ്രാക്ടിക്കൽ ആണ്. എല്ലാ ലാർജ് പോപ്പുലേഷൻ ആണെങ്കിൽ നോട്ട് പ്രാക്ടിക്കൽ ആണ്. ഇപ്പൊ എക്സാമ്പിൾ ആണ് 10 സ്റ്റുഡന്റ്, ഇപ്പൊ നമ്മൾ 100 ലിസ്റ്റ് 100 എണ്ണം ഉണ്ട്, അതിൽ 10 സ്റ്റുഡന്റ് എടുക്കുന്നത്. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവണം ഉടനെ തന്നെ ഈക്വൽ ഇൻഡിപെൻഡന്റ് ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ക്ലിയർ ആയോ, ഇതിനെ കുറിച്ച് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന്
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റിൽ ഇട്ടേക്കും കേട്ടോ. ഇനി അപ്പോൾ ഓരോ മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാറ്റ് ലിസ്റ്റിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ഇപ്പൊ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. ഓരോ സാമ്പിളിംഗും വൃത്തിയായി ശ്രദ്ധിക്കുക. ഇതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാകും. അപ്പൊ ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത് സെലക്ട് ദ ഫസ്റ്റ് യൂണിറ്റ് അറ്റ് റാൻഡം, അതായത് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ പിക്ക് എവറി kth ഐറ്റം ഫ്രം ദ ലിസ്റ്റ്. കെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ആ നമ്പർ ഓഫ് ഐറ്റത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഐറ്റം ഈ കെ ഇപ്പൊ നമ്മൾ എങ്ങനെ കാണുമെന്ന് വെച്ചാൽ കെ ഈക്വൽ ടു പോപ്പുലേഷൻ സൈസ് ബൈ സാമ്പിൾ സൈസ് ആണ്. അതായത് കെ കാണാൻ എന്താണ് ഇക്വേഷൻ എന്ന് വെച്ചാൽ പോപ്പുലേഷൻ സൈസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിൾ സൈസ് ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എടുത്ത പോപ്പുലേഷൻ 100 ആണ്, എടുത്ത സാമ്പിൾ 10 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 100/10. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്, 10. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അപ്പൊ സെലക്ട് ഫസ്റ്റ് യൂണിറ്റ്. ഇപ്പൊ ആദ്യത്തെ യൂണിറ്റ് നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ടൊന്ന് സെലക്ട് ചെയ്യുക. ദെൻ പിക്ക് എവരി kth ഐറ്റം ഫ്രം ദിസ്. എന്നിട്ട് ഓരോ ഐറ്റം നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റിൽ നിന്നും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ കെ കാണാനുള്ള ഫോർമുലയാണ് എന്തെന്നുള്ളത്, പോപ്പുലേഷൻ സൈസ് ബൈ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സാമ്പിൾ സൈസ്. അതാണ് കെ ഈക്വൽ ടു പോപ്പുലേഷൻ സൈസ് ബൈ സാമ്പിൾ സൈസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈവൺലി സ്പ്രെഡ് ദ സാമ്പിൾ. ഓക്കെ, ഈസി ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ഈവൺലി സ്പ്രെഡ് സാമ്പിൾ. നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് ഉണ്ട്. അതാണ് റിസ്ക് ഓഫ് പാറ്റേൺ ഇൻ ഡാറ്റ എഫക്റ്റീവ് റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത് ചൂസിങ് എവറി 5th നെയിം ഓൺ എംപ്ലോയി രജിസ്റ്റർ. അപ്പൊ എന്ത് ചെയ്യാം, അതായത് ഇപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് എംപ്ലോയിന്റെ രജിസ്റ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 5ാമത്തെ നെയിം വന്നിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് എവരി kth ഐറ്റം ഫ്രം ദ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കെ ഇപ്പൊ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ കെ കാണാനുള്ള ഫോർമുല പോപ്പുലേഷൻ സൈസ് ബൈ സാമ്പിൾ സൈസ് ആണ്. അപ്പൊ ഈക്വൽ ടു 10 ആണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എവരി 5th ഐറ്റം, ഇപ്പൊ ഏതാണ് യൂണിറ്റ് പറഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുക. ചൂസ് എവരി 5th നെയിം ഓൺ ദ എംപ്ലോയി രജിസ്റ്റർ എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നത്. ഇത് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അതേപോലത്തെ സാമ്പിൾ നമുക്ക് അപ്ലിക്കബിൾ ആണ്. പക്ഷെ റിസ്ക് എന്ന് പറയുമ്പോൾ ഉണ്ട്. ഓക്കെ, റിസ്ക് ഓഫ് പാറ്റേൺ ഡാറ്റ, അതിന്റെ റിസ്ക് എന്ന് പറയുന്ന റിസൾട്ടിനും കൂടെ എഫക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാ നോക്കേണ്ടത്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ സിമ്പിൾ ഡാറ്റ സാമ്പിളിംഗ് ആണ്. നെക്സ്റ്റ് എന്താണ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ട് സാമ്പിളിങ്ങിന്റെ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആയോ? ഓക്കെ, എല്ലാവരും ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്ത് പൊക്കോളൂ കേട്ടോ. അസ്ലമിയ, ഭാഗ്യലക്ഷ്മി, റോണി, പ്രവിത, പ്രജീഷ, ജയ, ശരണ്യ, വിദ്യ, പ്രിൻസി. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ആണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻടു ഹോമോജീനിയസ് ഗ്രൂപ്പ്. ഹോമോജീനിയസ് പറയുമ്പോൾ എന്താ, സെയിം ആണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ പോപ്പുലേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്യുക ഹോമോജീനിയസ് ഗ്രൂപ്പിനായിട്ട്. എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യുക. ഓക്കെ. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഗ്രൂപ്പായി തരംതിരിക്കുക. അപ്പോൾ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രാറ്റ എന്നാണ് കേട്ടോ. ഡിവൈഡ് ദ പോപ്പുലേഷൻ, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷൻ ആദ്യം ഹോമോജീനിയസ് ഗ്രൂപ്പായിട്ട് സെയിം ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക സ്ട്രാറ്റ. ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഏജ്, ജെൻഡർ, ഇൻകം അങ്ങനൊക്കെ. ഓക്കെ. ദെൻ റാൻഡംലി സാമ്പിൾ ഫ്രം ഈ സ്റ്റാറ്റ്. അപ്പൊ ഓരോന്നും എന്ത് ചെയ്യുക, റാൻഡം ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് കൊടുത്തിരിക്കുന്ന എൻഷർ റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കീ. അപ്പൊ മനസ്സിലാക്കണം, എല്ലാ സബ് ഗ്രൂപ്പ്സിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് കൊടുത്തിരിക്കുന്നത്. എൻഷർ റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കീ സബ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതിന് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്, റിക്വയർസ് പ്രയർ നോളേജ് ഓഫ് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ അതായത് മുന്നേ ശരിക്കും അതിനെ കുറിച്ചൊരു നോളേജ് ആദ്യം വേണം എന്ന്. അതാണ് പ്രയർ നോളേജ് ഓഫ് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ഗ്രേഡ് ആയിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റാൻഡം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റുഡന്റിനെ വന്നിട്ട് സെലക്ട് ചെയ്യുക ഓരോ ഗ്രേഡിൽ നിന്നും. അപ്പൊ ഡിവൈഡിങ് എ സ്കൂൾ, അപ്പൊ ആദ്യം സ്കൂളിനെ നമ്മൾ ഒരു ഗ്രേഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഗ്രേഡ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുക സ്റ്റുഡന്റിനെ ഓരോ ഗ്രേഡിൽ നിന്നും. അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷനിൽ വി ഹാവ് ടു ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻടു ഹോമോജീനിയസ് ഗ്രൂപ്പ്സ്. ആ പോപ്പുലേഷന്റെ ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഒരു സെർട്ടൻ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹോമോജീനിയസ് ഗ്രൂപ്പായിട്ട് ആ പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഇപ്പോൾ ഏജ് ആകാം, ജെൻഡർ ആകാം, ഇൻകം ആകാം, അത് ജസ്റ്റ് ഒരു എക്സാമ്പിളായി കൊടുത്തതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രൂപ്പായിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ റാൻഡം ആയിട്ട് ആ സാമ്പിൾ എടുക്കുക. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുക, എല്ലാ കീ സബ് ഗ്രൂപ്പിനെയും റെപ്രസെന്റ് ചെയ്യുക. അത് ലിമിറ്റേഷൻ എന്നാ പറയുന്നത് ഈ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിനെ കുറിച്ച് ആദ്യം ഒരു നോളേജ് വേണം എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്കൂളിനെ വന്നിട്ട് നമ്മൾ ഗ്രേഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ സ്റ്റുഡന്റ് റാൻഡം ആയിട്ട് നമ്മൾ ഓരോ ഗ്രേഡിൽ നിന്നും എടുക്കുക. ഓക്കെ, ഇതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, നമ്മുടെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൽ എന്തൊക്കെയാ ഉള്ളത്,
സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് ആക്ച്വലി മെസ്സേജ് പോകുന്നില്ല, നിങ്ങളുടെ മെസ്സേജും വരുന്നില്ല. ക്ലാസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം സാധാ പോലെ തന്നെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത് ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻറ്റു ക്ലസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ തന്നിരിക്കുന്ന പോപ്പുലേഷന് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏരിയ, ഓരോ ഏരിയ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, അപ്പൊ നമ്മളിപ്പം ക്ലസ്റ്റർ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച ഏരിയന്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ കൂട്ടിയിട്ടുണ്ട്, ഒന്ന് ഇനി ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഒത്തിരി കൂട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഇത് പോകണ്ടെന്ന് വെച്ചിട്ടാണ്, ലെറ്റേഴ്സ് മിസ്സാവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ റോണി. അപ്പൊ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്ന പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ലൊക്കേഷൻ ഉദ്ദേശിക്കുന്ന ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യേണ്ടത്. സോ ക്ലസ്റ്റർ സാമ്പിളിംഗ് വിച്ച് മീൻസ് ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻ ടു ക്ലസ്റ്റേഴ്സ്. ഓക്കെ, സോ അതേപോലെ തന്നെ റാൻഡം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എൻറ്റയർ ക്ലസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് സർവേ ഓൾ ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ ഐറ്റം. ഇപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ഒരു 10 ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 ഐറ്റത്തിൽ നിന്നും ഇപ്പൊ നമ്മൾ ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റത്തിന്റെ കാറ്റഗറിയിൽ എത്ര പേരുണ്ടോ അവരൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ സർവേ ചെയ്യുക. ഓക്കെ, സോ അതാണ് ഉദ്ദേശിക്കുന്നത് ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻ ടു ക്ലസ്റ്റേഴ്സ്. ആദ്യം പോപ്പുലേഷനെ ക്ലസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് റാൻഡം ആയിട്ട് എന്ത് ചെയ്യുക, എല്ലാ എൻറ്റയർ ക്ലസ്റ്റേഴ്സും സെലക്ട് ചെയ്യുക, എന്നിട്ട് എല്ലാ ഇൻഡിവിജ്വൽസിനും വിത്തിൻ നമ്മൾ എന്ത് ചെയ്യുക, സർവേ ചെയ്യുക. ഓക്കെ, സോ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, കൺവീനിയന്റ് ആണ്. ലാർജ് പോപ്പുലേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഏരിയന്റെ ബേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കൺവീനിയന്റ് ആണ് ഇത് സാമ്പിളിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ലെസ് അക്യുറേറ്റ് ആണ്, നമുക്ക് എത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ക്ലസ്റ്റേഴ്സ് വന്നിട്ട് ഇപ്പോൾ സിമിലർ അല്ല, അപ്പോൾ നമ്മൾ ഏരിയ ബേസ് ചെയ്തിട്ടാണ് പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു. എടുത്തിരുന്ന ഏരിയ കറക്റ്റ് ആയിട്ട് സിമിലർ അല്ല, ഒരുപോലെ അല്ല എന്നുണ്ടെങ്കിൽ ലെസ് അക്യുറേറ്റ് ആയിരിക്കും. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ റാൻഡമലി നമ്മൾ സെലക്ട് ചെയ്യണം 5 വില്ലേജ്, എന്നിട്ട് എന്ത് ചെയ്യുക, ആ 5 വില്ലേജിന് നമ്മൾ എന്ത് ചെയ്യുക, സർവേ ചെയ്യുക, എല്ലാ എന്തൊക്കെയാണോ ഉള്ളത് അവരെ ഫുള്ളും സർവേ ചെയ്യുക. അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻ ടു ക്ലസ്റ്റേഴ്സ്. ഇപ്പോൾ തന്നിരിക്കുന്ന പോപ്പുലേഷനെ ആദ്യം നമ്മൾ ക്ലസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അതായത് ഇപ്പോൾ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട്, ഏരിയ ബേസ് ചെയ്തിട്ട്. അടുത്തെന്ന് പറയുമ്പോൾ റാൻഡം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ക്ലസ്റ്റേഴ്സിനെയും സെലക്ട് ചെയ്യുക,
എന്നിട്ട് അതിൽ എല്ലാ ഇൻഡിവിജ്വൽസിനെയും സർവേ ചെയ്യുക. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താ? കോസ്റ്റ് എഫക്റ്റീവ് ആണ്, വലിയ കോസ്റ്റ് ഉണ്ടാവില്ല, എഫക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലാർജ് പോപ്പുലേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി കൺവീനിയന്റ് ഫോർ ഇംപ്ലിമെന്റിംഗ് ദ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഇൻ കേസ് ഓഫ് ലാർജ് പോപ്പുലേഷൻ. ഓക്കെ, if the population is large, it is very convenient to apply the cluster sampling also. Okay. ഇനി ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? ലെസ് അക്യുറേറ്റ് ആണ്, ക്ലസ്റ്റർ വന്നിട്ട് സിമിലർ അല്ല എന്ന് വെച്ചാൽ നല്ല ലെസ് അക്യുറേറ്റ് ആണ്. അത് നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സംഭവം വന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഏരിയ ബേസ് ചെയ്തിട്ട് പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് അല്ല, ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? അക്യുറേറ്റ് കുറവാനുള്ള ചാൻസ് ഉണ്ട്. അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആയിരിക്കണം. ലെസ് അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ആയിരിക്കണം, അക്യുറസി എന്ന് പറയുന്നത് ചാൻസ് വന്നിട്ട് കുറവായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത്? ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വൃത്തിയായിട്ട് നമ്മളിപ്പോൾ വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് എന്നുള്ള ടോപ്പിക്കിൽ ഫസ്റ്റ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ, ഓരോ മെമ്പറിനും എന്താ അവിടെ ഉണ്ട്, ആ പോപ്പുലേഷൻ ഓരോ മെമ്പറിനും അത് ഉണ്ട്, എന്താണ് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്താ ചിലപ്പോൾ നോൺ സീറോ ഒന്നും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത് എവരി മെമ്പർ ഓഫ് ദ പോപ്പുലേഷന്റെ എല്ലാ മെമ്പറിനും ഈക്വൽ ചാൻസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ. സെലക്ഷൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ലോട്ടറി മെത്തേഡോ റാൻഡം ആയിട്ട് നമ്മൾ നമ്പർ എടുക്കാനാണ്. അതിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എറർ കുറവായിരിക്കും, റെപ്രസെന്റേറ്റീവ് ആണ്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാക്ടിക്കൽ അല്ല, ലാർജ് പോപ്പുലേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അതാണ് എന്ത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിളായി പറയുകയാണെങ്കിൽ എല്ലാ പോപ്പുലേഷനിൽ വരുന്ന എല്ലാ മെമ്പറിനും ആസ് ആൻ ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ചാൻസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ. എല്ലാവരെയും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. എക്സാമ്പിൾ ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗിന്റെ ലോട്ടറി മെത്തേഡോ റാൻഡം നമ്പർ ജനറേറ്റേഴ്സും. ഓക്കെ, ഇനി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ട് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കെ എന്നാണ് റെപ്രസെന്റ്. കെ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഐറ്റം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ പോപ്പുലേഷൻ സൈസ്, നമ്മൾ എടുത്തിരിക്കുന്ന ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്, അതിൽ എത്ര സാമ്പിൾ സൈസ് ആണ് നമ്മൾ എടുക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ സൈസ് ബൈ സാമ്പിൾ സൈസ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? റിസ്ക് ഓഫ് പാറ്റേൺ. അതിൽ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടിനും എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഹോമോജീനിയസി ആയിട്ട് എന്ന് വെച്ചാൽ സെയിം ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന റാൻഡം ആയിട്ട് എന്ത് ചെയ്യുക? സാമ്പിൾ വന്നിട്ട് ഓരോ സ്ട്രാറ്റിൽ നിന്ന് എടുക്കുക. ഓക്കെ, അതായത് റെപ്രസെന്റ് ചെയ്യുക, ഓരോ സബ് ഗ്രൂപ്പും എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോമോജീനിയസ് ഗ്രൂപ്പ്സിനെ സെയിം ആയിട്ടുള്ള ഗ്രൂപ്പ്സിനൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് വന്നിട്ട് നോളേജ് വേണമെന്ന്. നോളേജ് ഇല്ലാതെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അപ്ലിക്കബിൾ ആവൂല എന്ന് മനസ്സിലായോ? അടുത്ത ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഏരിയ ബേസ് ചെയ്തിട്ട് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് അങ്ങനെയുള്ള മീനിങ് ആണ്. പോപ്പുലേഷൻ നമ്മൾ ക്ലസ്റ്റർ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. റാൻഡം ആയിട്ട് എല്ലാ ക്ലസ്റ്ററും നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എല്ലാ ക്ലസ്റ്റർ സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത ക്ലസ്റ്റർ അവരെ നമ്മൾ എന്ത് ചെയ്യുക? സർവേ ചെയ്യുക എല്ലാ ഇൻഡിവിജ്വൽസിനെയും. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കൺവീനിയന്റ് ആണ്, ലാർജ് പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലിക്കബിൾ ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. പിന്നെ ക്ലസ്റ്റർ സിമിലർ അല്ലെങ്കിൽ ലെസ് അക്യുറേറ്റ് ആണ്. സോ അപ്പൊ എന്തൊക്കെയായിരുന്നു പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൽ വരുന്നത്? നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. തിരിച്ചും മറിച്ചും എക്സാമിന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിലുള്ളതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, നെക്സ്റ്റ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, നെക്സ്റ്റ് വൺ ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യണേ ഇപ്പോൾ. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് കേട്ടോ. ഓക്കെ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് നമുക്ക് എന്താന്ന് നോക്കാം. നോട്ട് ഓൾ മെമ്പേഴ്സ് ഹാവ് എ നോൺ ഓർ ഈക്വൽ ചാൻസ്. എല്ലാ മെമ്പേഴ്സിനും എന്തില്ല? അതായത് ഈക്വൽ ചാൻസ് ഇല്ല സെലക്ട് ചെയ്യാൻ. മറ്റേത് ഓരോ മെമ്പറിനും ഉണ്ടെന്നാണ്, ഇവിടെ എന്താണ്? ഇല്ലാന്ന്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് ഓൾ മെമ്പേഴ്സ് ഹാവ് നോൺ ഓർ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. ഓക്കെ, സോ ഇനി നമുക്ക് അതിൽ വരുന്ന കാറ്റഗറീസ് എന്തൊക്കെയാ നോക്കാം.
ഫസ്റ്റ് ആണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ആണ്. കൺവീനിയൻറ്റ് സാമ്പിളിംഗിൽ ആക്ച്വലി ഇവിടെ എങ്ങനെ സാമ്പിൾ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ സാമ്പിൾ ഈസ് സെലക്ടഡ് ഫ്രം യൂണിറ്റ് ദാറ്റ് ആർ ഈസിലി ആക്സസിബിൾ. അതായത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് നമുക്ക് എന്ത് ചെയ്യുക കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാൻ നമ്മുടെ കൺവീനിയൻറ്റ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സിമ്പിളായി പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ സാമ്പിൾ ഈ സെലക്ടഡ് ഫ്രം യൂണിറ്റ് ദാറ്റ് ആർ ഈസിലി ആക്സസിബിൾ. നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സാമ്പിൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഉദ്ദേശിക്കുന്നത് സാമ്പിൾ ഈ സെലക്ടഡ് ഫ്രം യൂണിറ്റ്സ് ദാറ്റ് ആർ ഈസിലി ആക്സസിബിൾ. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വിക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇൻഎക്സ്പെൻസീവ് ആണ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് എക്സ്പെൻസ് എന്ന് പറയുന്നത് കുറവാണ്. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഹൈലി ബയസ്ഡ്, അതായത് ഇപ്പോൾ എറർ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഹൈ ആണ്. ആൻഡ് നോട്ട് റെപ്രസെൻറ്റേറ്റ്, കറക്റ്റ് ആയിട്ട് എന്തെന്നില്ല റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നില്ല. സോ അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുക. പീപ്പിളിനെ നമ്മൾ എന്ത് ചെയ്യുക സർവേ ചെയ്യുക ഹു ആർ പാസിംഗ് ബൈ ഓൺ ദ സ്ട്രീറ്റ്. അതായത് പീപ്പിളെ നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആരൊക്കെയാണ് ആ സ്ട്രീറ്റിലൂടെ പാസ് ചെയ്തത് അവരെ എന്ത് ചെയ്യുക നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. മനസ്സിലായോ? സർവേ ചെയ്യാം. അപ്പോൾ എന്തായിരുന്നു കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത്? സാമ്പിൾ ഇപ്പം എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുക ഓരോ യൂണിറ്റ് നിന്നെന്ന് വെച്ചാൽ സാമ്പിൾ ഈ സെലക്ടഡ് ഫ്രം യൂണിറ്റ് ദാറ്റ് ആർ ഈസിലി ആക്സസിബിൾ. ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓരോ യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക സാമ്പിൾ എടുക്കുക. അതാണ് സാമ്പിൾ ഈ സെലക്ടഡ് ഫ്രം യൂണിറ്റ് ദാറ്റ് ആർ ഈസിലി ആക്സസിബിൾ. അതായത് ഇപ്പോൾ കൺവീനിയൻറ്റ് ഉദ്ദേശിക്കുന്നതിന് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കൺവീനിയൻറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്വാൻറ്റേജ് ആണ് ഉദ്ദേശിക്കുന്നത് ക്വിക്ക് ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, അല്ലെ എക്സ്പെൻസ് ഇല്ല. ലിമിറ്റേഷൻ എന്താ പറയുക എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്താ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ എന്ത് ജസ്റ്റ് സർവേ ചെയ്യുക ആരൊക്കെയാണ് സ്ട്രീറ്റിലോട്ട് പോകുന്നത് എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നതാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പിളായി മനസ്സിലാക്കേണ്ടത് സാമ്പിൾ നമ്മൾ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണോ അത് ഈസി ആയിട്ട് എന്താണ് ആക്സസിബിൾ ആണ്. അതാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. ഓക്കെ, ഇനി അടുത്തതാണ് ജഡ്ജ്മെന്റ് ഓർ പർപ്പസീവ് സാമ്പിളിംഗ് ആണ്. ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പർപ്പസീവ് സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത് റിസർച്ചർ എന്ത് ചെയ്യുക ഇൻഡിവിജ്വലിനെ ഡെലിബറായിട്ട് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. ഡെലിബറേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് മനഃപൂർവ്വം എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡെലിബറേറ്റ്ലി എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യുക റിസർച്ചർ ഇൻഡിവിജ്വലിനെ ബേസ്ഡ് ഓൺ ദെയർ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അത് റിസർച്ചറിന്റെ നോളജിന്റെയും എക്സ്പീരിയൻസിനും ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഉദ്ദേശിക്കുന്നത് റിസർച്ചർ സെലക്ട് ഇൻഡിവിജ്വൽസ് ഡെലിബറേറ്റ്ലി ബേസ്ഡ് ഓൺ ദെയർ നോളജ് ഓർ എക്സ്പീരിയൻസ്. അവരുടെ നോളജും എക്സ്പീരിയൻസും ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക റിസർച്ചർ വന്നിട്ട് ഇൻഡിവിജ്വലിനെ വന്നിട്ട് സെലക്ട് ചെയ്യുക. സോ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് ഉദ്ദേശിക്കുന്നത് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പർപ്പസീവ് സാമ്പിളിംഗിന്റെ അഡ്വാൻറ്റേജ് ഉദ്ദേശിക്കുന്നത് യൂസ്ഫുൾ ഫോർ എക്സ്പെർട്ട് ഒപ്പീനിയൻ ഓർ സ്പെഷ്യൽ കേസ്. ആക്ച്വലി ഇവിടെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പർപ്പസ് സാമ്പിളിംഗ് പറയുമ്പോൾ ആക്ച്വലി ഇത് മെയിൻ ആയിട്ട് യൂസ്ഫുൾ ഇപ്പോൾ എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ വന്നിട്ട് മെയിൻ ആയിട്ട് ഇത് യൂസ് ആകും. അതേപോലെ തന്നെ സ്പെഷ്യൽ കേസസിലാണ് ഇത് അപ്ലിക്കബിൾ ആവുക. എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ പറഞ്ഞാൽ ഇപ്പോൾ എക്സ്പെർട്ട് ആയിട്ടുള്ള പേഴ്സൻ്റെ നിന്നൊക്കെ നമ്മൾ ഇൻഫർമേഷൻസ് ഡാറ്റാസും ഗ്യാദർ ചെയ്യും. ഓക്കെ, ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് സബ്ജക്റ്റീവ് ആണ്. ജഡ്ജ്മെന്റ് ചെയ്യാനും പർപ്പസീവ് സാമ്പിൾ ജഡ്ജ്മെന്റ് പറഞ്ഞാൽ എന്താ നമ്മൾ അത് ജഡ്ജ് ചെയ്യണം കറക്റ്റ് ആണോ അല്ലയോ, അപ്പൊ അതിനുള്ള നോളജ് ആദ്യം ഉണ്ടായിരിക്കണം. പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഒരു പർപ്പസ് ഉണ്ട്, എന്താണോ അത് യൂസ് അത് ഫുൾഫിൽ ചെയ്യാനാണ്. അപ്പൊ ഇത് രണ്ടിനും എന്താണ് നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ സബ്ജക്റ്റീവ് ആൻഡ് മെയിൻ ലാക്ക് ജനറലൈസബിലിറ്റി എന്ന് വെച്ചാൽ അവിടെ നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കുറവാനുള്ള ചാൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആണ് ചൂസിങ് ഓൺലി സീനിയർ ഡോക്ടർ ഫോർ എ സ്റ്റഡി ഓൺ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് പെട്ടെന്ന് ചെയ്യുക. അപ്പൊ നമ്മൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് നമ്മൾ എടുക്കുകയില്ല. ചൂസിങ് ഓൺലി നമ്മൾ എന്ത് ചെയ്യുക സീനിയർ ഡോക്ടറിനെ എടുക്കുക ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പർപ്പസ് സാമ്പിളിംഗില് റിസർച്ചർ ഇപ്പൊ എങ്ങനെ ഒരു ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. അവര് റിസർച്ചർ വന്നിട്ട് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യണം. അതാണ് റിസർച്ചർ സെലക്ട് ഇൻഡിവിജ്വൽസ് ഡെലിബറേറ്റ്ലി ബേസ്ഡ് ഓൺ ദെയർ നോളജ് ഓർ എക്സ്പീരിയൻസ്. അവരുടെ നോളജിന്റെയും എക്സ്പീരിയൻസിന്റെയും ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത് റിസർച്ചർ വന്നിട്ട് ഒരു ഇൻഡിവിജ്വലെ ഡെലിബർ ആയിട്ട് വന്നിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന അഡ്വാൻറ്റേജ്. എക്സ്പെർട്ട് ഒപ്പീനിയനും സ്പെഷ്യൽ കേസസിലായിരിക്കും ഇത് യൂസ്ഫുൾ ആവുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പർപ്പസീവ് സാമ്പിളിംഗ്. അപ്പൊ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതായത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൽ ഫസ്റ്റ് ആണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്സ്, നെക്സ്റ്റ് ആണ് ജഡ്ജ്മെന്റ് ഓർ പർപ്പസീവ് സാമ്പിളിംഗ്സ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇട്ടേക്കണേ. ഇപ്പോൾ ചാറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ മെസ്സേജ് എനിക്ക് സെൻഡ് ചെയ്യാൻ ഇങ്ങോട്ട് കിട്ടുന്നുമില്ല, അതുകൊണ്ടാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇട്ടോളൂ. ഓക്കെ, സോ അതേപോലെ തന്നെ പിന്നെ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ആണ് കോട്ട സാമ്പിളിംഗ് ആണ്. കോട്ട സാമ്പിളിങ്ങിന് ഇപ്പൊ നമ്മളിപ്പോൾ എന്താന്ന് വെച്ചാൽ എന്താ കോട്ട സാമ്പിളിംഗ് എന്ന് വെച്ചാൽ പോപ്പുലേഷൻ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുക. പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഗ്രൂപ്പ്. പോപ്പുലേഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതായത് ഇപ്പോൾ സ്ട്രാറ്റിഫൈഡ് നമ്മൾ എന്താ ചെയ്യുക ഹോമോജീനിയസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തല്ലോ ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ സ്ട്രാറ്റി ആയിട്ട്. അപ്പോൾ റിസർച്ചർ ഒരു ഫിക്സഡ് നമ്പർ അത് ഒരു കോട്ട ഓരോ ഗ്രൂപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുക ബട്ട് നോട്ട് റാൻഡംലി. പക്ഷെ എന്തെങ്കിലും റാൻഡം ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ കോട്ട സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഗ്രൂപ്പ്. പോപ്പുലേഷൻ ആദ്യം ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുക, അതായത് സ്ട്രാറ്റിഫൈഡ് പോലെ.
എന്നിട്ട് റിസർച്ചർ എന്ത് ചെയ്യുക, ഒരു ഫിക്സഡ് നമ്പർ വന്നിട്ട് സെലക്ട് ചെയ്യുക, ഒരു കോട്ട പോലെ സെലക്ട് ചെയ്യുക ഓരോ ഗ്രൂപ്പിൽ നിന്ന്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവർ റാൻഡം ആയിട്ട് എടുക്കുന്നില്ല. മനസ്സിലായോ? അപ്പോ തന്നിരിക്കുന്ന പോപ്പുലേഷന് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായല്ലോ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഇപ്പൊ സ്റ്റാറ്റിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് സ്റ്റാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ബേസ്ഡ് ഓൺ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ. അതേപോലെ കോട്ട സാമ്പിളിങ്ങിന് തന്നിരിക്കുന്ന പോപ്പുലേഷനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് റിസർച്ച് സെലക്ട് എ ഫിക്സഡ് നമ്പർ. എന്നിട്ട് റിസർച്ചർ എന്ത് ചെയ്യുക, ഒരു ഫിക്സഡ് നമ്പർ എന്ത് ചെയ്യുക, ഓരോ ഗ്രൂപ്പ് ഒന്നും എടുക്കും. പക്ഷെ റാൻഡമായിട്ട് എടുക്കുന്നില്ല, റിസർച്ചർ ഫിക്സഡ് നമ്പർ ഓരോ ഗ്രൂപ്പ് ഒന്നും എടുക്കുക. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് ഉദ്ദേശിക്കുന്നത് എൻഷുർ ഇൻക്ലൂഷൻ ഓഫ് ഓൾ ഗ്രൂപ്പ്സ്, അതായത് എല്ലാ ഗ്രൂപ്പിലും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. ലിമിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് നോട്ട് റാൻഡമായിട്ടല്ല, ഇവിടെ എന്തുണ്ട്, ബയസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതേ എറർ വരാനുള്ള ചാൻസ് ഉണ്ട്, എറർ വരാനുള്ള റിസ്ക് വന്നിട്ട് അധികമായിട്ടുണ്ട്. അതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എൻഷുർ ഇൻക്ലൂഷൻ ഓഫ് ഓൾ ഗ്രൂപ്പ്സ്, എല്ലാം വരാനുള്ള ചാൻസ് വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തല്ല, റാൻഡം ആയിട്ടല്ല, ആക്ച്വലി അവിടെ എന്തുണ്ട്, റിസ്ക് ഓഫ് ബയസ്. ഓക്കെ, അവിടെ എറർ വരാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അവിടെ ഇവിടുത്തെ എക്സാമ്പിൾ ഉദ്ദേശിക്കുന്നത് സെലക്ടിങ് 30 മെയിൽസ് ആൻഡ് 30 ഫീമെയിൽസ്, അതായത് 30 മെയിലും 30 ഫീമെയിൽസ് നമ്മൾ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിൽ നിന്ന് എടുക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കോട്ട സാമ്പിളിങ്ങിൽ ഒരു ഫിക്സഡ് നമ്പർ ആദ്യം ഉണ്ടാവും. അതാണ് പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. തന്നിരിക്കുന്ന പോപ്പുലേഷനെ ഗ്രൂപ്പായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക, സ്ട്രാറ്റിഫൈഡ് പോലെ ലൈക്ക് സ്ട്രാറ്റിഫൈഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, റിസർച്ചർ വന്നിട്ട് ഒരു ഫിക്സഡ് നമ്പർ സെലക്ട് ചെയ്യുക ഓരോ ഗ്രൂപ്പിൽ നിന്ന്. പക്ഷെ എന്തായാലും ഇവിടെ റാൻഡം ആയിട്ടല്ല ചെയ്യുന്ന, ഒരു ഫിക്സഡ് നമ്പറാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അതാണ് പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ലൈക്ക് സ്ട്രാറ്റിഫൈഡ് ആൻഡ് റിസർച്ച് സെലക്ട് എ ഫിക്സഡ് നമ്പർ. റിസർച്ചിൽ ഒരു ഫിക്സഡ് നമ്പർ സെലക്ട് ചെയ്യുക ഓരോ ഗ്രൂപ്പിൽ നിന്നും, പക്ഷെ റാൻഡമായി ചെയ്യുന്നില്ല. സോ അഡ്വാൻറ്റേജ് ആണ് എൻഷുർ ഇൻക്ലൂഷൻ ഓഫ് ഓൾ ഗ്രൂപ്പ്സ്, അതായത് ഗ്രൂപ്പിലെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. അതിൽ ലിമിറ്റേഷൻ എന്താണ്, റാൻഡമായിട്ടല്ല, പക്ഷെ അതെന്താണ്, നമുക്ക് ബയസ് വരാനുള്ള ചാൻസ് ഉണ്ട്, എന്ന് വെച്ചാൽ എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെലക്ടിങ് 30 മെയിൽസ് ആൻഡ് 30 ഫീമെയിൽസ് ഫ്രം ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ്, അതായത് 30 മെയിലും 30 ഫീമെയിൽ വന്നിട്ട് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് നമ്മൾ എടുക്കുക. അതാണ് എന്ത് കോട്ട സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെയാ നോക്കിയ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് പറഞ്ഞാൽ എന്താണ്, നോട്ട് ഓൾ മെമ്പേഴ്സ് ഹാവ് നോൺ ഓർ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. എല്ലാ മെമ്പേഴ്സിനും വന്നിട്ട് ഈ ഈക്വൽ ചാൻസോ ഇല്ല, സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ കൺവീനിയൻസ്. അപ്പൊ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ കൺവീനിയൻസ് സാമ്പിളിംഗ്, നെക്സ്റ്റ് എന്താ ജഡ്ജ്മെന്റ് ഓർ പർപ്പസീവ് സാമ്പിളിംഗ്, നെക്സ്റ്റ് കോട്ട സാമ്പിളിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് എന്താ നോക്കാം, സ്നോ ബോൾ സാമ്പിളിംഗ് ആണ്. സ്നോ ബോൾ സാമ്പിളിംഗിൽ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എക്സിസ്റ്റിംഗ് സ്റ്റഡി സബ്ജക്ട് റിക്രൂട്ട് ഫ്യൂച്ചർ സബ്ജക്ട് എമംഗ് ദെയർ അക്കൗണ്ടൻസ്. എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്നോ ബോൾ സാമ്പിളിംഗിൽ മെയിൻ ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് സ്റ്റഡി സബ്ജക്ട് ഇപ്പൊ പ്രസന്റ്ലി ആദ്യം എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റ്ലി ഇപ്പൊ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന സർക്കംസ്റ്റൻസസ് എന്ന് വെച്ചാൽ അത് ആദ്യം സ്റ്റഡി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്യൂച്ചർ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, എങ്ങനെയൊക്കെയാണെന്ന് റിക്രൂട്ട് ചെയ്യുക. ഓക്കെ, കോമൺ ഇൻ ഹാർഡ് ടു റീച്ച് ഓർ ഹെഡ് എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇത് ഫുള്ള് നമുക്ക് സ്റ്റഡി ചെയ്യാൻ ആക്ച്വലി എന്താണ് ഡിഫിക്കൽട്ട് ആണ്. പോപ്പുലേഷൻ ഇപ്പൊ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാന്നുള്ളത്. ഇപ്പൊ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ഫോർ നിക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്മോൾ ഏരിയാസ് എന്നാണ് നിക്ക് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ സെൻസിറ്റീവ് പോപ്പുലേഷൻ ആണ് കൂടുതൽ യൂസർ. ഇവിടുത്തെ ലിമിറ്റേഷൻ പറയുന്നത് എന്താണ്, എറർ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഇന്റർവ്യൂവിങ് ഡ്രഗ് യൂസേഴ്സ് ഹൂ റെഫർ അതർ ഡ്രഗ് യൂസേഴ്സ്. ഇപ്പൊ ഡ്രഗ് യൂസേഴ്സ് ചെയ്യുന്നവരെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഇന്റർവ്യൂവിങ് ഡ്രഗ് യൂസേഴ്സ് ഹൂ റെഫർ ദ ഡ്രഗ് യൂസേഴ്സ്. ഇപ്പൊ ആരാണ് ഡ്രഗ് യൂസേഴ്സ് അവരെ നമ്മൾ എന്ത് ഇന്റർവ്യൂ ചെയ്യണം. അപ്പോൾ നിലവിലുള്ള വ്യക്തമായി പഠിക്കുക, വ്യക്തമായി മനസ്സിലാക്കുക. സ്നോബോൾ സാമ്പിളിംഗ് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്റ്റഡി നിലവിലുള്ള സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ചതിന് ശേഷം ഫ്യൂച്ചർ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക. റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യല്ലോ, പ്ലേസ് ചെയ്യിപ്പിക്കില്ല, അതേപോലെ. അപ്പോൾ ആക്ച്വലി ഇത് വെരി ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ എങ്ങനെയാണ് പോപ്പുലേഷൻ എവിടെ ഹൈഡ് എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പൊ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആക്ച്വലി സ്മോൾ ഏരിയാസിന്റെ കേസിൽ യൂസ്ഫുൾ ആണ് പോപ്പുലേഷൻ ഇതിൽ. സോ ലിമിറ്റേഷൻ പറയുമ്പോൾ എന്താണ്, എറർ വരാൻ ചാൻസ് കൂടുതലാണ്. നോട്ട് ജനറലൈസബിൾ, കറക്റ്റ് ആയിട്ട് ഇതിന് നമുക്ക് ഇവിടുത്തെ ഈ കൺക്ലൂഷനാണ് ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് സ്നോ ബോൾ സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്നോബോൾ സാമ്പിളിങ്ങില് അതായത് എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പൻസ് റിക്രൂട്ട് ഫ്യൂച്ചർ പാർട്ടിസിപ്പൻസ് ഫ്രം ദെയർ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ,
ആക്ച്വലി സ്നോബോൾ സാമ്പിളിംഗ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കാണ്. അതുകൂടാതെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വേർ എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പൻസ് റിക്രൂട്ട് recruit future participants. Okay, future participants from their networks. Okay, ഇപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പൻസ് വന്നിട്ട് റിക്രൂട്ട് ചെയ്യേണ്ട ഫ്യൂച്ചർ പാർട്ടിസിപ്പൻസ് അവരുടെ നെറ്റ്വർക്കിൽ നിന്ന് തന്നെ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. സോ അപ്പോൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് എന്തായിരുന്നു? നോട്ട് ഓൾ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിനും വന്നിട്ട് ഈക്വൽ ചാൻസ് ഇല്ല സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്തായിരുന്നു? സാമ്പിൾ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ യൂണിറ്റാണ് സെലക്ട് ചെയ്യുക, ഈസി എന്നിട്ട് ആക്സസിബിൾ ആണ്, അതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. ജഡ്ജ്മെന്റ് ഓർ പർപ്പസ് സാമ്പിളിംഗ് എന്താ? റിസർച്ചർ ഒരു ഇൻഡിവിജ്വലിനെ ഡെലിബറേറ്റ് മനഃപൂർവ്വമായിരിക്കും ഇവർ സെലക്ട് ചെയ്യുക, അവരുടെ നോളജിന്റെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ്. കോട്ട സാമ്പിളിംഗ് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് പോലെ തന്നെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് റിസർച്ചർ ഒരു ഫിക്സഡ് നമ്പർ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക, ഓരോ ഗ്രൂപ്പിൽ നിന്ന് റാൻഡമായിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത് സ്നോബോൾ സാമ്പിളിംഗ് പറയുമ്പോൾ അവരെന്ത് ചെയ്യുക? എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പൻസ് റിക്രൂട്ട് ചെയ്യുന്നത് ഫ്യൂച്ചർ പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഉള്ളവർ വന്നിട്ട് ഫ്യൂച്ചർ ഉള്ളവർ റിക്രൂട്ട് ചെയ്യും. ഓക്കെ, അവരുടെ നെറ്റ്വർക്കിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? അവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്തൊക്കെയാ? കൺവീനിയൻസ് സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് ഓർ പർപ്പസി സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, നെക്സ്റ്റ് സ്നോബോൾ സാമ്പിളിംഗ്. അതേപോലെ തന്നെ പ്രോപ്പർ വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് പറയും. ഇത് ഫുള്ളും നിങ്ങൾ കവർ ചെയ്തിരിക്കണം കേട്ടോ, വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ ജസ്റ്റ് ഞാൻ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് മാത്രം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. Methods of sampling actually it consists of two probability sampling methods. First one, next one, non-probability sampling methods. Non-probability sampling methods, which means each member of the population has non or non-zero chance of being selected. ആ member of the population എന്നിട്ട് ചാൻസ് വന്നിട്ട് സെലക്ടഡ് ഒന്ന് നോൺ സീറോ ആണ്, ഒന്ന് നോൺ ആണ്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, നെക്സ്റ്റ് വൺ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ നിങ്ങൾ ഉടനെ മനസ്സിലാക്കണം, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് പറയുമ്പോൾ എന്തിൽ വരുന്നതാണ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൽ വരുന്നതാണ്. ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൽ എന്തൊക്കെയാണ് വരേണ്ടത്? ആക്ച്വലി ഇറ്റ് മീൻസ് നോട്ട് ഓൾ മെമ്പേഴ്സ് ഹാവ് നോൺ ഓർ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ട്. എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ചാൻസ് ഇല്ല സെലക്ട് ചെയ്യാൻ. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൽ വരുന്നതാണ് എന്തൊക്കെയാണ്? കൺവീനിയൻസ് സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് ഓർ പർപ്പസി സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, നെക്സ്റ്റ് സ്നോബോൾ സാമ്പിളിംഗ്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്ലമിയ, ഭാഗ്യലക്ഷ്മി, റോണി, പ്രവിത, പ്രജീഷ, ജയ, ശരണ്യ, വിദ്യ, പ്രിൻസി. ക്ലിയർ ആയോ? ഓക്കെ, സോ ചാറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ചാറ്റ് ലിസ്റ്റിന്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടാം കേട്ടോ. ഓക്കെ, സോ അതാണ് വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. ഇപ്പം നമ്മളിപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രോബ്ലം ഇത് നോക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ മുർഷി.
അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താ നോക്കാം. ഇൻ വിച്ച് സാമ്പിളിംഗ് മെത്തേഡ് ഡസ് എവറി എലമെന്റ് ഓഫ് ദ പോപ്പുലേഷൻ ഹാവ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലാക്കി വെച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, ഞാൻ ഫോണ്ടിന്റെ സൈസ് ജസ്റ്റ് ഒന്ന് കമ്മിയാക്കുന്നുണ്ട്, കാരണം ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് സ്ക്രീനിൽ വരണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് സാമ്പിളിംഗ് മെത്തേഡ് ഡസ് എവറി എലമെന്റ് ഓഫ് ദ പോപ്പുലേഷൻ ഹാവ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് സെലക്ടഡ്. ഒത്തിരി വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇപ്പോൾ. അപ്പോൾ ഏത് സാമ്പിളിംഗ് മെത്തേഡിലാണ് എല്ലാ പോപ്പുലേഷനിൽ വരുന്ന എല്ലാ എലമെന്റിനും ഈക്വൽ ചാൻസ് ചോദിച്ചിരിക്കണം. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. അപ്പോൾ ഇവിടെ ഏതാണ് ആക്ച്വലി ഉള്ളത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് സാമ്പിളിംഗ് മെത്തേഡ് ഈസ് ബെസ്റ്റ് when the population is naturally divided into groups. അതായത് ഏത് സാമ്പിളിംഗ് മെത്തേഡ് ആണ് ബെസ്റ്റ് വൺ പോപ്പുലേഷൻ ഇപ്പൊ ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. അത് ഒരുപാട് വട്ടം പറഞ്ഞതാണ്. പോപ്പുലേഷൻ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ഇപ്പൊ ഏരിയ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഉള്ളത് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിലോട്ട് പോകും. കാരണം സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു ഗ്രൂപ്പ് ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് ആന്നിട്ടിട്ട് ബേസ്ഡ് ഓൺ സം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഓരോ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ട് സിറ്റീസും വില്ലേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതോട് മനസ്സിലാക്കേണ്ട? ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയത്. മനസ്സിലായോ? സോ അതാണ് വിച്ച് സാമ്പിളിംഗ് മെത്തേഡ് ഈസ് ബെസ്റ്റ് വെൻ ദ പോപ്പുലേഷൻ ഈസ് നാച്ചുറലി ഡിവൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ഏത് സാമ്പിളിംഗ് മെത്തേഡാണ് ബെസ്റ്റ് പോപ്പുലേഷൻ വന്നിട്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ, അതായത് സിറ്റീസ് വില്ലേജ് വാക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് നോക്കാം. സെലക്ടിങ് എവരി 10th person ഫ്രം എ ലിസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അത് വൃത്തിയായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സാമ്പിളിംഗിൽ kth ഐറ്റം ഈക്വൽ ടു പോപ്പുലേഷൻ സൈസ് ബൈ എന്താ സാമ്പിൾ സൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? സെലക്ടിങ് എവരി 10th person. അപ്പോൾ ഓരോ 10th പേഴ്സണിനെ നമ്മളിപ്പോൾ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? സിസ്റ്റമാറ്റിക് സാമ്പിൾ ആണ്. അപ്പൊ ആൻസർ പറയുന്നത് ബി ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ്? നമ്മളിപ്പോൾ ഇത്ര യൂണിറ്റ് സെലക്ട് ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത്ര യൂണിറ്റ് പറഞ്ഞിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അവിടെ? അതായത് ഇവിടെ ആക്ച്വലി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആയിരിക്കും ഉത്തരം. ഓക്കെ, അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. ഇതിൽ ഏതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്? അപ്പൊ നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കണം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, അതേപോലെ തന്നെ ക്ലസ്റ്റർ സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, ഇതൊക്കെ എന്താണ് ആദ്യം മനസ്സിലാക്കണം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഇത് മൂന്നും എന്താണ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. അതാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം ഡൗട്ട് ആവരുത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആണ് ആരൊക്കെ? സിമ്പിൾ റാൻഡം സാമ്പിളിംഗും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗും ക്ലസ്റ്റർ സാമ്പിളിംഗും. പക്ഷെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരെ തന്നിരിക്കുന്നത്? ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് in which method does the research divide the population into groups? അപ്പോൾ and take a fixed number from each group. ഏത് മെത്തേഡിലാണ് റിസർച്ചർ പോപ്പുലേഷനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നിട്ട് ഒരു ഫിക്സഡ് നമ്പർ ഓരോ ഗ്രൂപ്പിൽ നിന്നും എടുക്കുന്നത്? അപ്പോൾ ഫിക്സഡ് നമ്പർ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ടേക്ക് എ ഫിക്സഡ് നമ്പർ ഫ്രം ഈച്ച് ഗ്രൂപ്പിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിക്സഡ് നമ്പർ ഉടനെ തന്നെ മൈൻഡ് വരുമ്പോൾ മനസ്സിലാക്കണം എന്താണ്? കോട്ട സാമ്പിളിംഗ് ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അതാണ് കോട്ട സാമ്പിളിംഗ് ആണ് ആൻസർ ബി ആണ്. കാരണം സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് പറയുമ്പോൾ ഗ്രൂപ്പ് ആണ്, ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കോട്ട സാമ്പിളിംഗ് പറയുമ്പോൾ ഫിക്സഡ് നമ്പർ എടുക്കുക. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പറയുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഉണ്ടാകും. ക്ലസ്റ്റർ സാമ്പിളിംഗ് പറയുമ്പോൾ ഏരിയ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായോ? ഓരോ സാമ്പിളിങ്ങും വ്യക്തമായിട്ട് നിങ്ങൾ അതിന്റെ നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ വിച്ച് മെത്തേഡ് ഡസ് ദ റിസർച്ച് ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് ടേക്ക് എ ഫിക്സഡ് നമ്പർ ഫ്രം ഈച്ച് ഗ്രൂപ്പ്. ഏത് മെത്തേഡിലാണ് റിസർച്ച് പോപ്പുലേഷനെ ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുന്നത് എന്നിട്ട് ഒരു ഫിക്സഡ് നമ്പർ ഓരോ ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നത്? ഫിക്സഡ് നമ്പർ എടുക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ എന്ത് വരണം? കോട്ട സാമ്പിളിംഗ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് when respondents are selected based on easy availability. റെസ്പോണ്ടന്റിനെ നമ്മളിപ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഈസി അവൈലബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്? ഒരു റെസ്പോണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അപ്പോൾ എന്താ ഉടനെ തന്നെ നമുക്ക് എന്താ അറിയാം? ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സാമ്പിളിംഗ് ആണ് എന്താ? കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താ? when respondents are selected based on easy availability. ഈസി ആയിട്ട് നമുക്ക് അവൈലബിലിറ്റി ബേസ് ചെയ്തിട്ട് റെസ്പോണ്ടൻസ് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഏത് സാമ്പിളിംഗ്? ആ കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. നമ്മുടെ ഓപ്ഷൻ വന്നിട്ട് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് തന്നിട്ട് പക്ഷേ നമ്മുടെ ആൻസർ എന്താ? കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ നോക്കാം.
സ്നോബോൾ സാമ്പിളിംഗ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ, ആക്ച്വലി സ്നോബോൾ സാമ്പിളിംഗ് വന്നിട്ട് മെയിൻ ആയിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലാർജ് ജനറൽ പോപ്പുലേഷൻ, ജോഗ്രഫിക്കലി സ്കാറ്റേർഡ് പോപ്പുലേഷൻ, ഹിഡൻ ഓർ ഹാർഡ് ടു റീച്ച് പോപ്പുലേഷൻ, ഓൺലൈൻ സർവേ. നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഹിഡൻ ഓർ ഹാർഡ് ടു റീച്ച് പോപ്പുലേഷനാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ത് ചെയ്യുക മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ്. അതാണ് സ്നോബോൾ സാമ്പിളിംഗ് മെയിൻലി യൂസ് ചെയ്തതിന് ഹിഡൻ ഓർ ഹാർഡ് ടു റീച്ച് പോപ്പുലേഷനിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കീ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഞാൻ വൃത്തിയായി പറഞ്ഞിട്ട് സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുക, സം ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ്. ഹോമോജീനിയസ് സം ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് പറയുമ്പോൾ ഏരിയ ബേസ് ചെയ്തിട്ടാണ്. അതാണ് എന്ത് രണ്ടിന്റെ ഡിഫറൻസ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്ട്രാറ്റിഫൈഡ് സെലക്ടഡ് ഫ്രം എൻറ്റയർ ഗ്രൂപ്പ്, ക്ലസ്റ്റർ സെലക്ട് ഇൻഡിവിജ്വൽ. അത് തെറ്റാണ്. സ്ട്രാറ്റിഫൈഡ് പറയുന്നത് നോൺ റാൻഡം ആണ്, ക്ലസ്റ്റർ എന്നിവ റാൻഡം ആണ്. തെറ്റാണ്. സ്ട്രാറ്റിഫൈഡ് ഓരോ ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നു, ക്ലസ്റ്റർ പറയുമ്പോൾ ഹോൾ ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നു. അതാണ് നമ്മുടെ എന്ത് ആൻസർ, ഓപ്ഷൻ സി. മനസ്സിലായോ? സ്ട്രാറ്റിഫൈഡ് പറയുമ്പോൾ ഓരോ ഗ്രൂപ്പിൽ നിന്നാണ് എടുക്കുന്നത്, പക്ഷെ ക്ലസ്റ്റർ പറയുമ്പോൾ എന്താണ്? ഹോൾ ഗ്രൂപ്പ് എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അതാണ് ആൻസർ സി. അപ്പോൾ അതാണ് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. ക്ലസ്റ്റർ സാമ്പിളിംഗിൽ തന്നെ നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ തന്നെ ഇതാ പോപ്പുലേഷൻ വന്നിട്ട് ക്ലസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന, ഏരിയ ഡിവൈഡ് ചെയ്യുന്ന എൻറ്റയർ ക്ലസ്റ്ററിനെ എടുക്കും, റാൻഡം ആയിട്ട് തന്നെ എൻറ്റയറിനെ എടുക്കും. പക്ഷെ അങ്ങനെ എടുത്തതിന് ശേഷം സർവേ ചെയ്യും എല്ലാ ഇൻഡിവിജ്വലിനെയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എടുക്കാനും കാരണം കേട്ടോ. ഓക്കെ, ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അതാണ് കീ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്ന. സ്ട്രാറ്റിഫൈഡ് സെലക്ട് ഫ്രം ഈച്ച് ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിൽ നിന്നും സെലക്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ക്ലസ്റ്റർ വന്നിട്ട് സെലക്ട് ചെയ്യും ഹോൾ ഗ്രൂപ്പിൽ നിന്ന്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അനീഷ മുർഷി. ഓക്കെ, അപ്പൊ ഇനി അടുത്തതിലോട്ട് നമുക്ക് പോവാം കേട്ടോ. അടുത്തത് ഇപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ അഡാപ്റ്റീവ് സാമ്പിളിംഗ് ആണ്. അഡാപ്റ്റീവ് സാമ്പിളിംഗ് നമുക്ക് എന്താന്ന് നോക്കാം കേട്ടോ. ആക്ച്വലി അഡാപ്റ്റീവ് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഡൈനാമിക് അപ്രോച്ച് ആണ്. എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡൈനാമിക്കിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൈനാമിക് അപ്രോച്ച് ടു ഡാറ്റ കളക്ട് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മോഡിഫൈ, അതായത് ഇപ്പം നമുക്ക് സാമ്പിളിങ്ങിന്റെ സ്ട്രാറ്റജിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാൻ പറ്റും. മോഡിഫൈന്റെ അർത്ഥം എന്താണ്? ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. റിയൽ ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കലിൽ എന്താണ് സിറ്റുവേഷൻ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഉദ്ദേശിക്കണം. ബേസ്ഡ് ഓൺ ഡാറ്റ കളക്റ്റഡ്. ട്രഡീഷണൽ സാമ്പിളിംഗ് മെത്തേഡ്സ് പോലെയല്ല. ആക്ച്വലി ദാറ്റ് ഫോളോ ഒരു ഫിക്സഡ് റൂളോ പാറ്റേണോ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. അഡാപ്റ്റീവ് സാമ്പിളിംഗ് ആക്ച്വലി മോർ എഫിഷ്യൻ്റ് ആയിട്ടും ടാർഗറ്റ് ആയിട്ടും ഡാറ്റ കളക്ട് ചെയ്യുക, എസ്പെഷ്യലി കോംപ്ലക്സ് ആയിട്ടുള്ള എൻവിറോൺമെന്റിൽ. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത്? അഡാപ്റ്റീവ് സാമ്പിളിംഗ് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഡൈനാമിക് അപ്രോച്ച് ആണ്. അപ്പൊ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അല്ലെങ്കിൽ അതിന്റെ സാമ്പിളിംഗ് സ്ട്രാറ്റജിന്റെ ബേസ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാൻ പറ്റും. ബേസ്ഡ് ഓൺ ഡാറ്റ കളക്ട് ചെയ്ത് ബേസ് ചെയ്തിന്റെ ഡാറ്റ കളക്ഷൻ ബേസ് ചെയ്തിട്ട്. ട്രഡീഷണൽ സാമ്പിളിംഗ് മെത്തേഡിനെ പോലെയല്ല. അഡാപ്റ്റീവ് സാമ്പിളിംഗ് പറയുമ്പോൾ ഒരു സെർട്ടൻ ഫിക്സഡ് റൂളോ ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുക. അഡാപ്റ്റീവ് സാമ്പിളിംഗിൽ മോർ എഫിഷ്യൻ്റ് ആൻഡ് ടാർഗറ്റ്, ആക്ച്വലി മോർ എഫിഷ്യൻ്റ് ആയിട്ടും ടാർഗറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് എന്ത് ചെയ്യുക? കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ അഡാപ്റ്റീവ് സാമ്പിളിംഗ് മോർ എഫിഷ്യൻ്റ് ആയിട്ടും ടാർഗറ്റ് ആയിട്ട് ഡാറ്റ കളക്ഷൻ കൂടുതലായിട്ട് ഉള്ളത്. സോ എസ്പെഷ്യലി കോംപ്ലക്സ് ആയിട്ട് സിറ്റുവേഷനിൽ. അപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും, ഓൾട്ടർ ചെയ്യാൻ പറ്റും സാമ്പിളിംഗ് സ്ട്രാറ്റജി ബേസ് ചെയ്ത്. അത് പ്രാക്ടിക്കലായിട്ട് റിയൽ ടൈം
അപ്പോൾ എന്താണ് പ്രസന്റ് അത് ബേസ് ചെയ്തിട്ടായിരിക്കും നോക്കുക ഡാറ്റ കളക്ട് ചെയ്തത്. അതേപോലെ ഒരു ഫിക്സഡ് റൂളോ പാറ്റേണോ ആയിരിക്കും എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക, ട്രഡീഷണൽ സാമ്പിളിംഗ് മെത്തേഡ് പോലെയല്ല. അപ്പോൾ മോർ എഫിഷ്യൻ്റ് ആയിട്ടും ടാർഗറ്റ് ആയിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക അഡാപ്റ്റീവ് സാമ്പിളിങ്ങിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ എന്തൊക്കെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ സാമ്പിളിംഗ് സ്ട്രാറ്റജി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡാറ്റ കളക്ട് ചെയ്തതിന് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്തതാണ് എഫിഷ്യൻസി ഇൻ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഇവിടെ എവിടെ ഫോക്കസ് ചെയ്യണേ പറഞ്ഞാൽ ഒരു ഏരിയാസിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിലൊക്കെയാണ് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. മോർ ഡീറ്റെയിൽ ഡാറ്റ ആക്ച്വലി ഇവിടെ നീഡറാണ്. ഓക്കെ, അതാണ് എഫിഷ്യൻസി. അതാണ് ഇവിടെ എഫിഷ്യൻസി ആയിരിക്കണം എന്നാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതാണ് ഫോക്കസ്. ഈ അഡാപ്റ്റീവ് സാമ്പിളിംഗിൽ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് എഫേർട്ട് ഓൺ ഏരിയാസ്. ഇപ്പോൾ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര എഫേർട്ട് വന്നിട്ടുണ്ട്, ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എത്രയുണ്ട്. സോ മോർ ഡീറ്റെയിൽ ഡാറ്റയാണ് നീഡഡ്. ഓക്കെ, സെക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. മോർ ഡീറ്റെയിൽ ഡാറ്റ ഈസ് റിക്വയർഡ് ഫോർ അഡാപ്റ്റീവ് സാമ്പിളിംഗ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്തതാണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റെസ്പോൺസീവ്നെസ് ഉദ്ദേശിക്കുന്നത്. സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തല്ല ഫിക്സഡ് അല്ല. ആക്ച്വലി അവിടെ എന്താണ് റിയൽ ടൈം ആണ്. എന്ന് വെച്ചാൽ പ്രസന്റ്ലി എന്താണോ പ്രാക്ടിക്കലായിട്ട് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്യൂട്ടബിൾ ഫോർ അൺപ്രഡിക്റ്റബിൾ ഓർ ഡൈനാമിക് എൻവയോൺമെന്റ്. ആക്ച്വലി ഡൈനാമിക് ഇപ്പം അൺപ്രഡിക്റ്റബിൾ പറയുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നോട്ട് ഏബിൾ ടു പ്രിഡിക്റ്റ് കറക്റ്റ്ലി, അതാണ് അൺപ്രഡിക്റ്റബിളിന്റെ മീനിങ്. ഡൈനാമിക് എൻവയോൺമെന്റ് പറയുമ്പോൾ ഇപ്പം എന്താണ് എപ്പോഴും സ്റ്റേബിൾ ആണോ ഫിക്സഡ് ആണോ, ആക്ച്വലി ഇതെന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ആക്ച്വലി അങ്ങനെ ഈ അഡാപ്റ്റീവ് സാമ്പിളിംഗ് പറയുമ്പോൾ ഈ കേസിനൊക്കെ സ്യൂട്ടബിൾ ആണ്. സോ അഡാപ്റ്റീവ് സാമ്പിളിംഗ് ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ അൺപ്രഡിക്റ്റബിൾ ഓർ ഡൈനാമിക് എൻവയോൺമെന്റ്. ഈ കേസസിലൊക്കെ അഡാപ്റ്റീവ് സാമ്പിളിംഗ് പറയുന്നത് സ്യൂട്ടബിൾ ആണെന്ന്. ഓക്കെ, അടുത്തതാണ് ഇംപ്രൂവ്ഡ് ഡിറ്റക്ഷൻ ഓഫ് റയർ ഈവന്റ്. ആക്ച്വലി ഒരു ഇൻക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഡിറ്റക്ടിങ് റയർ ഓർ ക്ലസ്റ്റേർഡ് ഒക്കറൻസ് പറയുമ്പോൾ ആക്ച്വലി ആ ഒരു സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് പറയുമ്പോൾ ആക്ച്വലി വളരെ ചാൻസ് കൂടുതലാണ്. സോ അതാണ് ഇൻക്രീസ് ലൈക്ലിഹുഡ് പറയുമ്പോൾ ചാൻസസ് കൂടുതലാണ് ഡിറ്റക്ടിങ് എറർ ഓർ എന്ന് വെച്ചാൽ ഡിറ്റക്ടിങ് റയർ ഓർ ക്ലസ്റ്റർ ഒക്കറൻസ്. ഇപ്പം എന്തെങ്കിലും ഒരു ഒക്കറൻസ് പറയുമ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ വരാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചാൻസ് വന്നിട്ട് കൂടുതലാണ്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ പറയുന്നത് തന്നെ റയർ ആണ്. ബൈ അഡാപ്റ്റീവ് ടു ഒബ്സർവ് കോൺസെൻട്രേഷൻ. കാരണം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതും പ്രാക്ടിക്കലിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. നമ്മളതൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് അതിന്റെ പ്രാക്ടിക്കലി ബേസ് ചെയ്തിട്ടായിരിക്കും അത് നമ്മൾ നോക്കുക. സോ ആണ് ഇംപ്രൂവ് ഡിറ്റക്ഷൻ ഓഫ് റയർ ഈവന്റ്. അപ്പോൾ അതായത് റയർ ഈവന്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള തന്നെ അത് ഇംപ്രൂവ് ചെയ്തിട്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇറ്ററേറ്റീവ് ആൻഡ് സീക്വൻഷ്യൽ പ്രോസസ്. സാമ്പിൾ ആക്ച്വലി ഓരോ സ്റ്റേജസിലും ഓരോ പ്രോസസ്സിലും എന്ത് ചെയ്യുന്നുണ്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേജിലും എന്തുണ്ട് അടുത്തത് എന്താണ് ഇത് ഗൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഗൈഡിങ് ദ നെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇറ്ററേറ്റീവ് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്താണ് എൻഹാൻസ്ഡ് അക്യുറസി ആൻഡ് പ്രിസിഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഏരിയസിനും അങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ് മാറിക്കൊണ്ടിരിക്കുന്നത്, വേരിയബിൾ ആണ്. അപ്പോൾ ആക്ച്വലി അതിനനുസരിച്ച് ക്വാളിറ്റിയും എന്താണ് റിലയബിലിറ്റി അതിനെക്കുറിച്ച് പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ക്വാളിറ്റി റിലയബിലിറ്റി മാറ്റിക്കൊണ്ടേ ഇരിക്കണം എന്ന്, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന്. അടുത്ത സ്പേഷ്യൽ അവയർനെസ് എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഇപ്പോൾ എൻവിറോൺമെന്റ് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അഡാപ്റ്റീവ് സാമ്പിളിംഗ് കൂടുതലായിട്ട് സ്പേഷ്യൽ ആയിട്ടുള്ള ഹോട്ട്സ്പോട്ടൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യണം. എന്ന് വെച്ചാൽ സ്പേഷ്യൽ ഹോട്ട്സ്പോട്ടിന്റെ മീനിങ് എന്താണെന്നറിയോ? ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്ലേസ് ആണ്, ഹൈ ആയിട്ട് നമ്മളൊരു ആക്ടിവിറ്റിയോ ഈവെന്റോ വാല്യൂ നമ്മൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യണം. അതാണ് ഹോട്ട്സ്പോട്ടിന്റെ മീനിങ്. സ്പേഷ്യൽ ഉദ്ദേശിക്കുന്ന ഒരു ലൊക്കേഷനോ സ്പേസിനെയാണ്. അപ്പോൾ സ്പേഷ്യൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ എന്താ ഒരു ലൊക്കേഷൻ ആണ്. ആക്ച്വലി ഇവിടെ പൊല്യൂഷൻ ആയിക്കോട്ടെ, ഡിസീസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ക്രൈം ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ആക്ച്വലി ഹയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്തിരിക്കണം അങ്ങനെയുള്ള ഏരിയസിൽ. സോ അതാണ് സ്പേഷ്യൽ അവയർനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കോസ്റ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം ഇൻഫർമേഷൻ എന്ത് ചെയ്യുക ഒരു സാമ്പിളിൽ തന്നെ എന്ത് ചെയ്യുക ഗെയിൻ ചെയ്യുക. വിച്ച് ക്യാൻ ബി റെഡ്യൂസ് ഓവർ കോസ്റ്റ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് വിച്ച് ക്യാൻ റെഡ്യൂസ് ഓവർ കോസ്റ്റ് കമ്പയർ ടു യൂണിഫോംസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് അപ്ലിക്കേഷൻ സ്പെസിഫിക് കസ്റ്റമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്യാൻ സാധിക്കും. അതായത് ഡിറ്റക്ട് ചെയ്യുക എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ, പൊല്യൂഷൻ മോണിറ്റർ ചെയ്യുക, സെൻസർ പ്ലേസ്മെന്റ് ഒക്കെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ സെൻസർ യൂസ് ചെയ്യുന്ന അവിടെ കറക്റ്റായിട്ട് ഒപ്റ്റിമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ സ്പെസിഫിക് കസ്റ്റമൈസേഷൻ പറഞ്ഞാൽ എന്താണോ അവിടുത്തെ ഗോള് അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അതാണ് ക്യാൻ ബി ടൈലർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, കസ്റ്റമൈസ് ചെയ്യുക. എന്താണോ ആ ഗോൾ എന്ന് പറഞ്ഞാൽ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി അഡാപ്റ്റീവ് സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഡാപ്റ്റീവ് സാമ്പിളിംഗ് പറയുമ്പോൾ അത് എന്തായിരുന്നു ആക്ച്വലി നമുക്ക് കളക്ട് ചെയ്ത ഡാറ്റ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും റിയൽ ടൈം ബേസ് ചെയ്തിട്ട്. അതേപോലെ മോർ എഫിഷ്യൻ്റ് ആയിട്ടും ടാർഗറ്റ് ഡാറ്റ കോളായിട്ടും എന്ത് ചെയ്യുക ഡാറ്റാസ് എടുക്കും, അത് അലൗഡ് ആണ്. സോ മെയിൻ എന്തൊക്കെ ഫീച്ചേഴ്സ് ഓഫ് അഡാപ്റ്റീവ് സാമ്പിളിംഗ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്, എഫിഷ്യൻസി ഇൻ സാമ്പിളിംഗ്, flexibility and responsiveness, improved detection of rare events, iterative and sequential process, enhanced accuracy and precision,
സ്പെഷ്യൽ അവയർനെസ്, കോസ്റ്റ് എഫക്റ്റീവ്, അപ്ലിക്കേഷൻ സ്പെസിഫിക് കസ്റ്റമൈസേഷൻ. ഓക്കെ, ഇതാണ് എന്തെന്നുള്ളത് അഡാപ്റ്റീവ് സാമ്പിളിങ് കേട്ടോ. ആക്ച്വലി അഡാപ്റ്റീവ് സാമ്പിളിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് ചെയ്തു പോകാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകും. സോ അഡാപ്റ്റീവ് സാമ്പിളിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അഡാപ്റ്റീവ് സാമ്പിളിംഗ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സ്റ്റഡിയിങ്. ആക്ച്വലി അഡാപ്റ്റീവ് സാമ്പിളിംഗ് ബെസ്റ്റ് ആണ്. എന്താണ് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാൻ? ഹോമോജീനസ് പോപ്പുലേഷൻ ആണോ, പോപ്പുലേഷൻ വിത്ത് റയർ ഓർ ക്ലസ്റ്റർഡ്, റയർ ആയിട്ടുള്ള കേസസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് പോപ്പുലേഷൻ, ലാർജ് പോപ്പുലേഷൻ. നമ്മുടെ ആൻസർ എന്താ? പോപ്പുലേഷൻ വിത്ത് റയർ ഓർ ക്ലസ്റ്റർഡ് ഈവനിലാണ്. ഓക്കെ, ഉടനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണത് ഒന്നും കൂടെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫീച്ചർ ഓഫ് അഡാപ്റ്റീവ് സാമ്പിളിംഗ്. ഇതിൽ ഏതാണ് മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ അഡാപ്റ്റീവ് സാമ്പിളിംഗിന് ഫിക്സഡ് സാമ്പിളിംഗ് പ്ലാൻ, റാൻഡം സാമ്പിളിംഗ് ഓൺലി, സാമ്പിൾ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഇനീഷ്യൽ റിസൾട്ട്, സാമ്പിളിംഗ് വിത്തൗട്ട് ഡാറ്റ കളക്ഷൻ. ആക്ച്വലി ഡിസിഷൻ എടുക്കുന്നതിന്റെ റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്താണ്, പക്ഷേ അഡാപ്റ്റീവ് സാമ്പിളിംഗ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അഡാപ്റ്റീവ് സാമ്പിളിംഗ് എപ്പോഴാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക? അഡാപ്റ്റീവ് സാമ്പിളിംഗ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ബാങ്കിങ്, മാനുഫാക്ചറിങ്, എൻവയോൺമെന്റൽ മോണിറ്ററിംഗ്, ടെക്സ്റ്റ് ബുക്ക് പ്രിന്റിംഗ്. അപ്പോൾ എവിടെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക? എൻവയോൺമെന്റൽ മോണിറ്ററിംഗാണ് യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് അഡാപ്റ്റീവ് സാമ്പിളിംഗ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ എവിടെയാണ്? എൻവയോൺമെന്റൽ മോണിറ്ററിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? വാട്ട് ടൈപ്പ് ഓഫ് പ്രോസസ് ഡസ് അഡാപ്റ്റീവ് സാമ്പിളിംഗ് ഫോളോ? ഏത് ടൈപ്പ് ഓഫ് പ്രോസസ് ആണ് അഡാപ്റ്റീവ് സാമ്പിളിംഗ് വന്നിട്ട് ഫോളോ ചെയ്യുന്നത്? നമുക്കറിയാം എന്താ, വൺ ടൈം സാമ്പിളിംഗ് ആണോ, റാൻഡം ഓൺലി അപ്രോച്ച് ആണോ, ഇറ്ററേറ്റീവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, നോൺ ഡാറ്റ ബേസ്ഡ് ആണ്, ഇറ്ററേറ്റീവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ആക്ച്വലി ഈ അഡാപ്റ്റീവ് സാമ്പിളിംഗ് വന്നിട്ട് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇറ്ററേറ്റീവ് ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, ക്ലിയർ ആയോ? ആക്ച്വലി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എടുത്ത ക്ലാസ്സിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾക്കൊരു കാര്യം ചെയ്യാം, ഈ റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷനും PPS സാമ്പിളിംഗ് എന്നിട്ടൊന്നുണ്ട്. ഓക്കെ, അത് നാളത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാം. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇന്നലെ എടുത്ത ക്ലാസ് ഉണ്ടല്ലോ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും സൈസ് ആൻഡ് പവർ ഓഫ് എ ടെസ്റ്റ്, അതൊക്കെ ഉണ്ടല്ലോ. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ നോക്കാം കേട്ടോ. അതൊന്ന് കവർ ചെയ്യാവേ. ഓക്കെ, പുതിയ ടോപ്പിക്കിലോട്ട് നമുക്ക് കടന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റൂല. പുതിയ ടോപ്പിക് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ഓക്കെ, ഷഹന മുർഷി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, മുർഷിയും ഷഹനയും. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ് സിഗ്നിഫിക്കൻസ് ലെവലാണ്. സോ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു പോകാം. സിഗ്നിഫിക്കൻസ് ലെവൽ ഉദ്ദേശിക്കുന്നത്, സിഗ്നിഫിക്കൻസ് ലെവൽ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, സിഗ്നിഫിക്കൻസ് ലെവൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്, ഈ ആൽഫ എന്നുള്ളതിനെ വായിക്കുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് സിഗ്നിഫിക്കൻസ് ലെവൽ. സിഗ്നിഫിക്കൻസ് ലെവൽ ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ അത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്തെന്നറിയാം? പ്രോബിലിറ്റി ഓഫ് അക്സെപ്റ്റിംഗ് ഫാൾസ് നൾ ഹൈപ്പോത്തിസിസ്, പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് ട്രൂ നൾ ഹൈപ്പോത്തിസിസ്, പവർ ഓഫ് ദ ടെസ്റ്റ്, സൈസ് ഓഫ് ടെസ്റ്റ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ലെവൽ ഇൻ ഹൈപ്പോത്തിസിസ് പറയുമ്പോൾ എന്താണ്? ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അതാണ് സിഗ്നിഫിക്കൻറ്റ് ലെവൽസ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഇനി നെക്സ്റ്റ് ആണ് 5% സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമുക്ക് അറിയാം എന്താ 5% പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്ന്. ദർ ഈസ് 95% ചാൻസ് ഓഫ് റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ്. നെക്സ്റ്റ് 5 out of 100 null hypotheses are true. There is 5% risk of making a type 1 error. Next, the sample is 5% of the population. So നമ്മുടെ ആൻസർ എന്താ? 5% സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇവിടെ എന്താണ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? 5% റിസ്ക് ആണുള്ളത്, ടൈപ്പ് 1 വരാനുള്ള ചാൻസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ട് ഓരോ 1 by 1 ആയി ക്വസ്റ്റ്യൻ ചെയ്തു പോകുക കേട്ടോ. നെക്സ്റ്റ് ആണ്, ഇഫ് ദ സിഗ്നിഫിക്കൻസ് ലെവൽ ഈസ് ഡിക്രീസ്ഡ് ഫ്രം 5% to 1%, ദ ചാൻസ്. ആക്ച്വലി സിഗ്നിഫിക്കൻസ് ലെവൽ ഇപ്പോൾ 5% ഇന്ന് 1% ഡിക്രീസ് ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ ചാൻസ് എന്താണ്? ടൈപ്പ് 1 എറർ ആണോ, ടൈപ്പ് 2 എറർ ആണോ, ടൈപ്പ് 1 എറർ ഡിക്രീസസ് ആണോ,
പവർ ഓഫ് ടെസ്റ്റ് ഇൻക്രീസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ഡിക്രീസ് ആവുകയാണ്. ഓപ്ഷൻ സി ആണ്. സിഗ്നിഫിക്കൻസ് ലെവൽ ഇപ്പോൾ 5% 1% കുറയാന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ടൈപ്പ് 1 എറർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിക്രീസ് ആവുകയാണ്. ഓക്കെ, അടുത്തതാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത് ഇപ്പൊ നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്താണ് സൈസ് ആൻഡ് പവർ ഓഫ് എ ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ സൈസ് ഓഫ് എ ടെസ്റ്റ് റെഫേഴ്സ് ടു, എങ്ങനെയാണ് സൈസ് ഓഫ് എ ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതായത് പവർ ഓഫ് ദ ടെസ്റ്റ് ആണോ, ടൈപ്പ് 2 എറർ പ്രോബിലിറ്റി ആണോ, ടൈപ്പ് 1 എറർ ആണോ, സാമ്പിൾ സൈസ് ആണോ? ഒത്തിരി വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്താൽ എന്താ? പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണ് ഈ സൈസ് ഓഫ് എ ടെസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പവർ ഓഫ് എ ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആക്ച്വലി പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് ടു നൾ ഹൈപ്പോത്തിസിസ്, പ്രോബിലിറ്റി ഓഫ് അക്സെപ്റ്റിംഗ് ടു നൾ ഹൈപ്പോത്തിസിസ്, പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് ഫാൾസ് നൾ ഹൈപ്പോത്തിസിസ്, നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് മേക്കിംഗ് ടൈപ്പ് 2 എറർ. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് ഫാൾസ് നൾ ഹൈപ്പോത്തിസിസ്, ഫാൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിന് അതിനുള്ള അത് ആക്ച്വലി അത് റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് ഓപ്ഷൻ സി ആണ്. അപ്പോൾ പവർ ഓഫ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അതാണ് പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് ഫാൾസ് നൾ ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ആക്ച്വലി ഇൻക്രീസ് ദ സാമ്പിൾ സൈസ് ജനറലി. സാമ്പിൾ സൈസ് കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പവർ ഓഫ് ദ ടെസ്റ്റും കൂടും. അപ്പോൾ ഓപ്ഷൻ എ ആണ്. അടുത്ത ഇൻക്രീസ് സൈസ് ഓഫ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻക്രീസ് സിഗ്നിഫിക്കൻസ് ലെവൽ കൊടുത്തിട്ടുണ്ട്, ഇൻക്രീസ് ടൈപ്പ് 2 എറർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാമ്പിൾ സൈസ് കൂടിക്കഴിഞ്ഞാൽ എന്താ? ഇൻക്രീസിങ് ദ സാമ്പിൾ സൈസ് എന്ന് വെച്ചാൽ അവിടെ എന്താണ്? പവർ ഓഫ് ടെസ്റ്റും എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തതാണ് സാമ്പിളിംഗ് തിയറിയിലാണ്. സാമ്പിളിംഗ് തിയറിയിൽ ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാല്യൂ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തതിന്റെ സാമ്പിളിംഗ് തിയറിയുടെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവലും സൈസ് ആൻഡ് പവർ ഓഫ് ടെസ്റ്റിന്റെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? സോ അതേപോലെ നമ്മളിവിടെ സൈസ് ആൻഡ് പവർ ഓഫ് എ ടെസ്റ്റ് നോക്കി. ഇപ്പോൾ സാമ്പിളിംഗ് തിയറി നോക്കിയാൽ സാമ്പിളിംഗ് തിയറിയുടെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻ സാമ്പിളിംഗ് തിയറി എ പാരാമീറ്റർ റെഫേഴ്സ് ടു, ഒരു പാരാമീറ്ററിന്റെ എന്താണ് സാമ്പിളിംഗ് തിയറിയിൽ ഉദ്ദേശിക്കുന്നത്? എ വാല്യൂ കാൽക്കുലേറ്റഡ് ഫ്രോം ദ സ്മോൾ സാമ്പിൾ, വാല്യൂ കാൽക്കുലേറ്റഡ് ഫ്രോം ദ പോപ്പുലേഷൻ, എ ടൈപ്പ് ഓഫ് എറർ, സാമ്പിളിംഗ് കൂടി. എന്താ ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ഫ്രോം ദ പോപ്പുലേഷൻ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ആക്ച്വലി വിച്ച് സാമ്പിളിംഗ് മെത്തേഡ് ഗിവ് ഈച്ച് യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഈക്വൽ ചാൻസ്. അപ്പോൾ ഓഫ് ബീങ് സെലക്ട്, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഏത് സാമ്പിളിംഗ് മെത്തേഡിലാണ് ഓരോ യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷനും ഈക്വൽ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്താണ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അതാണ് എവരി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ആണ് എന്ത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെഡ്യൂസ് സാമ്പിളിംഗ് ആണ്. ഇതിൽ ഏതാണ് സാമ്പിൾ ഏരിയ വന്നിട്ട് റെഡ്യൂസ് ആവുക? ആക്ച്വലി റെഡ്യൂസിങ് സാമ്പിൾ സൈസ്, ബയസ്ഡ് സെലക്ഷൻ, ഇൻക്രീസിങ് സാമ്പിൾ സൈസ്, യൂസിങ് നോൺ റാൻഡം സാമ്പിൾ മെത്തേഡ്സ്. യൂസിങ് നോൺ റാൻഡം മെത്തേഡ്സ്. സാമ്പിൾ സൈസ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക? സാമ്പിളിംഗ് എറർ വന്നിട്ട് കുറയും. അപ്പോൾ അതാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എന്ന് വെച്ചാൽ എന്താ? സി ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് മെയിൻ പർപ്പസ് ഓഫ് സാമ്പിളിംഗ് ആക്ച്വലി എന്താണ്? മെയിൻ പർപ്പസ് ഓഫ് സാമ്പിളിംഗ് എന്താ? അവോയ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ, റെഡ്യൂസ് പോപ്പുലേഷൻ ആണോ, മേക്ക് കൺക്ലൂഷൻ അബൌട്ട് ദ എൻറ്റയർ പോപ്പുലേഷൻ ആണോ, ഇൻക്രീസ് നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്? അപ്പോൾ എന്താ മെയിൻ പർപ്പസ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ? കൺക്ലൂഷൻ നമ്മൾ മേക്ക് ചെയ്യുക ഒരു എൻറ്റയർ പോപ്പുലേഷനെ കുറിച്ച്. മേക്ക് കൺക്ലൂഷൻ അബൌട്ട് ദ എൻറ്റയർ പോപ്പുലേഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ലാസ്റ്റ് ക്ലാസ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്ത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. പിന്നെ അതേപോലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 4 ഞാൻ വേറെ ടോപ്പിക്കായി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ കൈസർ ഡിസ്ട്രിബ്യൂഷനിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മീൻ ഈക്വൽ ടു വേരിയൻസ്, മീൻ ഈക്വൽ ടു ട്വൈസ് എ വേരിയൻസ്, ട്വൈസ് എ മീൻ ഈക്വൽ ടു വേരിയൻസ്, മീൻ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ട്വൈസ് എ മീൻ ഈക്വൽ ടു വേരിയൻസ് ആണ്. ഓക്കെ, സോ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് സാമ്പിളിംഗ് എറേഴ്സ് മേ ഒക്കർ ഡ്യൂ ടു. എന്തുകൊണ്ടാണ് സാമ്പിളിംഗ് എറർ വരിക എന്ന് വെച്ചാൽ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോഴാണ് എന്ത് എറർ വരാനുള്ള ചാൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ആൻസർ എ, സാമ്പിൾ സെലക്ഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻ എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഹിസ്റ്റോഗ്രാം ഈസ് സ്യൂട്ടബിൾ ഫോർ. ഹിസ്റ്റോഗ്രാം നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ, എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ഇപ്പോൾ കേട്ട് വെക്കൂ. അപ്പോൾ ഹിസ്റ്റോഗ്രാം കൂടുതലായിട്ട് സ്യൂട്ടബിൾ എന്ന് പറയുന്നത് മോഡിനാണ്. ഓക്കെ, ആൻസർ സി ആണ്. നെക്സ്റ്റ് ആണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി. റാൻഡം വേരിയബിൾ എസ്റ്റിമേറ്റർ ഇതൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ആൻസർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് ആണ് ഇഫ് ദ പോപ്പുലേഷൻ സൈസ് ഓൾമോസ്റ്റ് റിമൈൻ ദ സെയിം ദ നെറ്റ് പ്രൊഡക്റ്റീവ് റേറ്റ് വിൽ ബി. പോപ്പുലേഷൻ സൈസ് വന്നിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ നെറ്റ് പ്രൊഡക്റ്റീവ് റേറ്റ് വന്നിട്ട് ഇവിടെ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0, less than 1, more than 1,
മോർ ദാൻ 1 തന്നിട്ട് പോപ്പുലേഷൻ സൈസ് സെയിം ആണ്. അതിന് നെറ്റ് പ്രോഡക്റ്റ് റേറ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ എന്താ ആൻസർ ഡി ആണ് 1. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേ പറഞ്ഞാൽ വേരിയസ് മെത്തേഡ്സ് സാമ്പിളിംഗ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്, അഡാപ്റ്റീവ് സാമ്പിളിങ്സ്, അത് ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, പിന്നെ ലാസ്റ്റ് ക്ലാസ്സിലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, സൈസ് ആൻഡ് പവർ ഓഫ് എ ടെസ്റ്റ്, സാമ്പിളിംഗ് തിയറി, പിന്നെ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഒരു 4 ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, PPSും അതേപോലെ തന്നെ നമ്മളുടെ റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷനും നാളത്തെ ക്ലാസ്സിൽ എടുക്കുന്നതാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, വേറെ ക്ലാസ് റിഗാർഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്താ പറഞ്ഞിരിക്കണേന്ന് വെച്ചാൽ ആ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തിട്ട് ഇൻഫോം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്ന സമയത്ത് ഫീഡ്ബാക്ക് എന്തോ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തോ ലിങ്ക് തരും എന്ന് പറഞ്ഞു, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആക്ച്വലി നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും വന്നിട്ട് ആവശ്യമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ഈ ലിങ്കിൽ പോയി നിങ്ങൾ ഫീഡ്ബാക്കും ചെയ്തു, ഫീഡ്ബാക്ക് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ നിങ്ങളുടെ നമ്പർ, നിങ്ങൾ ഇതിൽ കൊടുത്ത നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ, നിങ്ങളുടെ മെയിൽ ഐ ഡിയും കൂടെ എനിക്കൊന്ന് ഷെയർ ചെയ്യാത്തവർ. ഓക്കെ, അതായത് ഈ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടും ഗ്രൂപ്പിൽ ആഡ് ആക്കാത്തവർ കേട്ടോ. ഓക്കെ, അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് തന്നെ ഡെയിലി ക്ലാസ്സസിലെ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ പ്രോബ്ലംസ് ആയിക്കോട്ടെ നന്നായി വർക്കൗട്ട് ചെയ്യുക. കാരണം ഒന്ന് ഡീപ്പായി ഇരുന്നാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ എപ്പോഴും ഉള്ള ക്ലാസ്സിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടോപ്പിക് എടുത്തതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂട്ടിയത്. ഓക്കെ, അപ്പം നിങ്ങളും അതിനനുസരിച്ച് നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് ഇന്നലെ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ സാറ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് എല്ലാവരും റാങ്ക് ഹോൾഡർ ആയിട്ട് നല്ലതിൽ വരണം. സോ നന്നായിട്ട് തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പം നാളത്തെ ക്ലാസ്സിൽ കറക്റ്റ് 7:30 തന്നെ വരിക. ഓക്കെ, താങ്ക് യു ഓൾ. ഇപ്പം ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട, നാളത്തെ കറക്റ്റ് 7:30 ക്ലാസ്സിലേക്ക് വരിക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ എല്ലാം വർക്കൗട്ട് ചെയ്യുക. അപ്പം ലൈവ് സെഷനിൽ തന്നെ മാക്സിമം 99.9% 100% വരണം. എന്തേലും അത്ര എമർജൻസി സിറ്റുവേഷൻ വരാതിരുന്ന് പറഞ്ഞാൽ റെക്കോർഡ് സെഷൻ കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നോട് ചോദിക്കുക. ഓക്കെ, സോ താങ്ക് യു ഓൾ. അപ്പം എനിക്ക് താങ്ക് യു. ഓക്കെ അനീഷ, ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, ശരി, നാളെ കറക്റ്റായി ക്ലാസ്സിൽ വരിക കേട്ടോ. പറഞ്ഞതെല്ലാം കറക്റ്റായി ചെയ്യണേ. ഓക്കെ, താങ്ക് യു.